ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ TWS ആണ്, റെഡ്മി ബഡ് 6. അപ്പോൾ ഈ വർഷം തന്നെ റെഡ്മി ബഡ്സ് 5 സീരീസ് ഇറങ്ങിയിരുന്നു. ഒന്നിലധികം TWS ആ സീരീസിൽ വന്നായിരുന്നു. റെഡ്മി ബഡ്സ് ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം വന്നായിരുന്നു. എന്നാൽ ഇതൊരു പുതിയ ഐറ്ററേഷൻ ആണ്, റെഡ്മി ബഡ് 6 സീരീസ് ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2999 രൂപേന്റെ വില. അഗെയിൻ കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച് എനിക്ക് 2799 രൂപയ്ക്ക് കിട്ടും. ഞാൻ അതാണ് പ്രൈസിങ് കണ്ടത്. അപ്പോൾ ഇതാണ് ഇതിന്റെ വില. 3000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന നല്ലൊരു TWS ആണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനകത്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഉണ്ട്. അപ് ടു 49 ഡെസിബിൾസ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, കോഡ് മൈക്രോഫോൺസ് ഉണ്ട്, അതേപോലെ കസ്റ്റം ഈക്വലൈസേഴ്സ് ഉണ്ട്, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, അപ് ടു 42 hours ഓഫ് മ്യൂസിക് പ്ലേ ബാക്ക് ഉണ്ട്, പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ഉണ്ട്. എല്ലാം കൊണ്ട് തന്നെ ആപ്പ് സപ്പോർട്ട് ഉണ്ട്. ആപ്പിൽ നമുക്ക് കസ്റ്റം ഇക്വലൈസേഴ്സ് സെറ്റ് ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയ ഒരു TWS ആണ്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന വേണ്ടി ഒരു 2 ആഴ്ചത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ റെഡ്മി നോട്ട് 14 സീരീസിന് കൂടെ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സിൽ കിടക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. അതിനുമുമ്പ് ഇതാണ് ബോക്സ് പാക്കേജ്. കാര്യമായ ഒന്നും തന്നെ ഇല്ല ബോക്സിൽ. TWSും അഡീഷണൽ ഇയർ ടിപ്സും തന്നെയുള്ളൂ. വ്യത്യാസമൊന്നുമില്ല, ഏറെക്കുറെ സെയിം തന്നെയാണ്. റെഡ്മി ബഡ് 6 നേടിയതാണ്. പിന്നെ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ, പ്രീമിയം ഡ്യുവൽ ഡ്രൈവർ സൗണ്ട്, കസ്റ്റം ഇക്വലൈസർ, അതേപോലെ തന്നെ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ക്വാഡ് മൈക്രോഫോൺസ്, ഗൂഗിൾ ഫാസ്റ്റ് പെയർ സപ്പോർട്ടും ഉണ്ട്. പിന്നെ നല്ലൊരു കേസും സ്റ്റൈലിഷ് കേസുമാണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. അപ്പൊ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് റെഡ്മി ബഡ് 6. അപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്ന ഒരു ഗ്രീൻ കളറാണ്. അപ്പൊ ആദ്യം തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റും അതേപോലെ സ്ലിം ഫോം ഫാക്ടറാണ്. സൈഡിൽ മാത്രം ഒരു ഗ്ലോസി ഫിനിഷും മുകൾ ഭാഗത്തും താഴെയും മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അതൊരു ഫ്ലോയിങ് കൈൻഡ് ഓഫ് LED ഇൻഡിക്കേറ്റർ, സിംഗിൾ LED അല്ല, എന്നാൽ ഒരു ഫ്ലോയിങ് ടൈപ്പ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എക്സാക്ട് ബാറ്ററി കപ്പാസിറ്റി അറിയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ താഴെ ഒരു USB Type-C ചാർജിങ് പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്. എന്നാൽ മാറ്റ് ഫിനിഷിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ചിലപ്പോൾ അഴുക്ക് പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും വളരെ പ്രീമിയം ലുക്കിംഗ് ആണെന്ന് പറയും. കാരണം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ്, നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. റെഡ്മിന്റെ ലോഗോ മുകളിൽ തന്നെ കാണാം. അപ്പോൾ സോളിഡ് ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ്. അതേപോലെ ആ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. കാരണം നല്ല പോക്കറ്റിലൊക്കെ കൊണ്ട് നടക്കാവുന്ന ഒരു സ്ലിമ്മും ലൈറ്റ് വെയിറ്റും ആയ ഒരു TWS ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഉള്ളിൽ ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ TWSലും ഗ്ലോസി ഫിനിഷാണ് ഇയർബഡ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജും നല്ലൊരു കേസിന്റെ ലുക്സുമാണ്. അതേപോലെ തന്നെ കേസിന്റെ ഓപ്പണിംഗ് കണ്ടില്ല, വളരെ സ്റ്റേഡി ആയിട്ട് എനിക്ക് തോന്നി. ഒരു ഇഷ്യൂസും ഇല്ലാത്ത നല്ലൊരു സോളിഡ് മെറ്റീരിയലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം, നല്ലതാണ്. പിന്നെ നമ്മൾ TWS പുറത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കണം ഇയർ ജസ്റ്റേഴ്സിന്റെ അവിടെ നമുക്ക് ഒരു സ്ലൈറ്റ്ലി സിൽവർ കളർ ഒരു പാറ്റേൺ കാണാം. ബാക്കി ഗ്ലോസി ഫിനിഷാണ്. താഴെ നമുക്ക് ചാർജിങ് പോർട്ടും ഡ്യുവൽ മൈക്രോഫോൺസും കാണാം. അതേപോലെ തന്നെ ഇയർ ടിപ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ANC ഓപ്ഷനും കാണാം, മൈക്രോഫോൺസ് കാണാൻ സാധിക്കും. പിന്നെ കംപ്ലീറ്റ് ഒരു ഗ്ലോസി ഫിനിഷാണ് സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ കേസ് മാറ്റ് ഫിനിഷാണ്. ഗ്ലോസി ഫിനിഷാണ്. നല്ല ഒരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിന്റെ കാര്യത്തിൽ. അപ്പോൾ നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ലൊരു ഡിസൈൻ ലാംഗ്വേജുമാണ് റെഡ്മി ബഡ് 6 ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ചെവിയിൽ വെക്കുമ്പോഴൊക്കെ തന്നെയുള്ള നല്ലൊരു ഡിസൈൻ ലാംഗ്വേജാണ്. പിന്നെ ജസ്റ്റ് സപ്പോർട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റേഴ്സിനുള്ള സ്പേസും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. പിന്നെ കംഫർട്ട് ലെവലിൻ്റെ കാര്യം പറയുമ്പോൾ കംഫർട്ടും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ലോങ് അവേഴ്സ് ഒക്കെ വെച്ചാൽ ഞാനിപ്പോൾ ആക്ച്വലി ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ ഇത് വെച്ചായിരുന്നു. അപ്പോൾ അതിലൊന്നും എനിക്ക് ഒരു ഫെറ്റീഗും തോന്നുന്നില്ല. കാരണം ചെവിയിൽ വെച്ചാലും നമ്മൾക്ക് അത്ര വേദനയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ലോങ് അവേഴ്സ് വെച്ചാലും വേദനയൊന്നും തന്നെ ഇല്ല. നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ TWSന്റെ ഷേപ്പ്, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ തന്നെ നല്ലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷനും ഈ ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് പറയുക നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ്. സെഗ്മെന്റ്സ് ഓൺലി ഡ്യുവൽ ഡ്രൈവേഴ്സ് എന്ന് പറയാം. 12.4 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സും 5.5 mm മൈക്രോ പീസോ ഇലക്ട്രിക് ഡ്രൈവേഴ്സും ആണ്. ഈ പീസോ ഇലക്ട്രിക് ഡ്രൈവേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബേസ് പെർഫോമൻസിന് ഇംപ്രൂവ്മെന്റ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ 49 ഡെസിബിൾസ് ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 42 hours ഓഫ് ബാറ്ററി ലൈഫ് ആണ് അപ് ടു വരുന്നത്. പിന്നെ ക്വാഡ് മൈക്രോഫോൺസ് വിത്ത് AI ENC അവൈലബിൾ ആണ്. കസ്റ്റം പ്രൊഫൈൽസ് ഉണ്ട്, സൗണ്ട് പ്രൊഫൈൽസ്. പിന്നെ സ്പേഷ്യൽ ഓഡിയോ, അതായത് 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ
ഓഡിയോ, ഹൈപ്പർ OS വഴി ഡ്യുവൽ ഡിവൈസ് കണക്ഷനും ഓഡിയോ ഷെയറിംഗ് ഓപ്ഷനും ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്പാരൻസി മോഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് സ്പെസിഫിക്കേഷൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഇത്രയാണ് ഇതിന്റെ ബേസിക് സ്പെസിഫിക്കേഷൻ. 10 മീറ്റർ ആണ് ഇതിന്റെ സപ്പോർട്ടും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ സ്പെസിഫിക്കേഷൻ പറയും. നമുക്ക് സൗണ്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയും കംഫർട്ട് ലെവലും നോക്കി. ഇനി ഇതിന്റെ സൗണ്ട് എക്സ്പീരിയൻസ് പറയുക. സൗണ്ട് എക്സ്പീരിയൻസിലാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. നല്ല ഒരു സൗണ്ട് സിഗ്നേച്ചർ ആണ് വരുന്നത്. ഡ്യുവൽ ഡ്രൈവറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബേസ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ബേസ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിലുണ്ട്. അതും ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്നാൽ ഓവറോൾ സൗണ്ട് ക്വാളിറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സൗണ്ട് സിഗ്നേച്ചർ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പൊതുവെ ബഡ്ജറ്റ് TWSന്റെ ഇക്വലൈസേഴ്സ് എല്ലാത്തിലും വരാറുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും എല്ലാത്തിലും ഇക്വലൈസർ ഓപ്ഷൻസ് വരാറില്ല. ഇവിടെ നമുക്ക് ബേസ് വേണമെങ്കിൽ ബേസിലേക്ക് പോകാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നമുക്ക് ആ ഒരു കസ്റ്റം സിഗ്നേച്ചറിലേക്ക് കൊണ്ടുവരാം. പിന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. നല്ല റിച്ച് പെർഫോമൻസ് ആണ്. മിഡ്സും ഹൈസ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ. വോക്കൽസിന്റെ ക്ലാരിറ്റി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് പാട്ടുകളൊക്കെ കേൾക്കാം. ഒരു സൗണ്ട് സിഗ്നേച്ചർ, ഒരു ഫേവറബിൾ സൗണ്ട് സിഗ്നേച്ചർ എന്നൊക്കെ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ സൗണ്ട് സിഗ്നേച്ചർ കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ബേസിലേക്കും പോയിട്ടില്ല, എന്നാൽ ബേസ് ഇല്ലാത്ത രീതിയിലും വന്നിട്ടില്ല. അപ്പൊ രണ്ടും തന്നെ നല്ലൊരു ബാലൻസ് ഉണ്ട്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഇനി വോയിസ് ക്ലാരിറ്റിന്റെ പറയുമ്പോൾ കോൾ ക്വാളിറ്റി എടുക്കുമ്പോൾ അതും നല്ലതാണ്. ക്വാഡ് മൈക്രോഫോൺസ് ആണ് ENCക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോൾസ് ഒക്കെ എടുക്കാനൊക്കെ നല്ല ഒരു ഓപ്ഷനാണ്. പിന്നെ ടച്ച് ജസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ടച്ച് ജസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആപ്പ് കാണിക്കുമ്പോൾ അത് കാണിച്ചു തരാം. എല്ലാ ജസ്റ്റേഴ്സും, അതായത് വോളിയം കൺട്രോൾ ഉണ്ട്, നെക്സ്റ്റ് സോങ്, പ്രീവിയസ് സോങ്, കോൾ ആക്സെപ്റ്റ്, എല്ലാ ജസ്റ്റേഴ്സും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. വളരെ റെസ്പോൺസീവ് ജസ്റ്റേഴ്സുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോൾ ക്വാളിറ്റിയുടെ കാര്യത്തിലും നല്ല രീതിയിൽ നോയ്സ് റിഡ്യൂസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വോയിസിന്റെ നമ്മുടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ എന്താണെന്ന് വെച്ചാൽ ഈ ENC വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ സൗണ്ടിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് നോയ്സ് റിഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് സ്പീക്കർക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഡിഫറൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. ഇനി അപ് ടു 49 decibels നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അഗെയിൻ ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഒരു നോയ്സ് ക്യാൻസലേഷൻ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ട്രാൻസ്പാരൻസി മോഡ് ഉണ്ട്. ട്രാൻസ്പാരൻസി മോഡ് തന്നെ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം. അഗെയിൻ ഞാൻ ആപ്പ് കാണിക്കുമ്പോൾ പരിചയപ്പെടുത്തി തരാം. അപ്പൊ അതും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ട്രാൻസ്പാരൻസി മോഡ് ജസ്റ്റ് ഒരു ഓപ്ഷൻ അല്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ മാനുവലി സ്വിച്ച് ചെയ്യണം. അപ്പൊ ട്രാൻസ്പാരൻസി മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റ് എങ്ങനെയാണെന്നുള്ളതനുസരിച്ചായിരിക്കും നോയ്സ് ക്യാൻസലേഷൻ വരിക, ട്രാൻസ്പാരൻസി മോഡ് വരിക. അപ്പൊ അത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു ഓപ്ഷൻ. പിന്നെ ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, നോയ്സ് റിഡക്ഷനും അത്യാവശ്യം നല്ലതാണ്. നമ്മളൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു മൈൽഡ് നോയ്സ് ഒക്കെ ഉള്ളിടത്തൊക്കെ ഡെഫിനറ്റ്ലി നല്ലോണം ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. എന്നാൽ പുറത്തു പോയിട്ട് റോഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. ഒബ്വിയസ്ലി അത് ഈ ടൈപ്പ് ഓപ്പൺ ഇയർഫോൺ ടൈപ്പ് ഒന്നും സാധാരണ വരാറില്ല. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഒരു TWS ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന്റെ കാര്യത്തിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു എന്താ പറയുക നമ്മുടെ സൗണ്ട് എക്സ്പീരിയൻസ് റെഡ്മി ബഡ് 6ന്റെ. ഇനി നമുക്ക് ആപ്പ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് റെഡ്മി ബഡ്സ് 6ന്റെ ആപ്പ് കണക്ടിവിറ്റി. ഷവമി ഇയർബഡ്സ് എന്നുള്ള ആപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാണാൻ വേണ്ടില്ലേ, ബാറ്ററി ലെവൽ കാണാം, അതേപോലെ ട്രാൻസ്പാരൻസി മോഡ്, നോയ്സ് ക്യാൻസലേഷൻ ഓഫ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇയർബഡ്സ് ഒന്ന് വെയർ ചെയ്യാം, എന്നാലേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്യാം. അപ്പൊ ട്രാൻസ്പാരൻസി മോഡ് നോയ്സ് ക്യാൻസലേഷൻ കണ്ടില്ല. ട്രാൻസ്പാരൻസിയിൽ നോയ്സ് ക്യാൻസലേഷനിൽ ലൈറ്റ്, ബാലൻസ്ഡ്, ഹൈ നോയ്സ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഡീപ്പ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പാരൻസി മോഡിൽ റെഗുലർ ഉണ്ട്, എൻഹാൻസ്ഡ് വോയിസ് ഉണ്ട്, ആംബിയൻ നോയ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവില്ല, നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ വേണമെങ്കിൽ ടേൺ ഓഫും ചെയ്യാവുന്നതാണ്. പിന്നെ ജസ്റ്റേഴ്സ്, ഇതിൽ ഒരുപാട് ജസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ടാപ്പ് ലെഫ്റ്റ് ഇയർഫോൺ, ടാപ്പ് റൈറ്റ് ഇയർഫോൺ, ഡബിൾ ടാപ്പ് ലെഫ്റ്റ്, ഡബിൾ ടാപ്പ് റൈറ്റ്, ട്രിപ്പിൾ ടാപ്പ്, പ്രസ് ആൻഡ് ഹോൾഡ്. അപ്പൊ ഇങ്ങനത്തെ ഓൾമോസ്റ്റ് 8 ജസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ട്രിപ്പിൾ ടാപ്പ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. നോയ്സ് ക്യാൻസലേഷൻ ഏതാ വേണ്ടത്, വോയിസ് അസിസ്റ്റന്റ് എടുക്കാനുള്ളത്, എല്ലാം തന്നെ ജസ്റ്റേഴ്സ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് ഓഡിയോ ക്വാളിറ്റി, ഡയമെൻഷണൽ ഓഡിയോ, അതായത് സ്പേഷ്യൽ ഓഡിയോ, 360 ഡിഗ്രി ഇമേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് ഇത് കുഴപ്പമില്ല. അതൊരു ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ഓഡിയോ ബാലൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്, എൻഹാൻസ്ഡ് ട്രബിൾ, എൻഹാൻസ്ഡ് ബേസ്, എൻഹാൻസ്ഡ് വോയിസ്. അപ്പോൾ നിങ്ങൾ പാട്ടിന് വോക്കൽസ് ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണമെങ്കിൽ എൻഹാൻസ്ഡ് വോയിസ് കൊടുക്കുക. അതല്ല നല്ല ബീറ്റ്സ് ഒക്കെ ഉള്ള പാട്ട്, ബേസ് ഉള്ള പാട്ടാണെങ്കിൽ ബേസിന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കസ്റ്റം ഇക്വലൈസർ ഓപ്ഷൻ നമ്മൾ കണ്ടില്ല.
പിന്നെ അഡീഷണൽ സെറ്റിംഗ്സ് ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെവിയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാട്ട് നിൽക്കും എന്നുള്ളതാണ്. തിരിച്ച് വേറെ ചെയ്താൽ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. പിന്നെ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ എത്ര കംഫർട്ടബിൾ ആയിരിക്കും ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്യുവൽ കണക്ഷൻ, അതായത് 2 ഡിവൈസിൽ പെയർ ചെയ്യാം. ഏതിലാണ് പാട്ട് വരുന്നത് നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുള്ള. പിന്നെ അഡീഷണൽ സെറ്റിംഗ്സ്, അപ്ഡേറ്റ് ഫേംവെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഫൈൻഡ് യുവർ ഇയർഫോൺസ്, അതായത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ആപ്പിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് പറയാവുന്നത്. നല്ലൊരു ആപ്പ് സെറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷവമി റെഡ്മി ഇയർബഡ്സിന്റെ ഒരു ആപ്പ് എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററി ലൈഫിലേക്ക് പോകാം. അപ്പോൾ അതിനകത്ത് വരുന്നത് അറൌണ്ട് 475 mAh കപ്പാസിറ്റിയാണ്. 54 mAh ആണ് ഇയർബഡ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയാവുന്നത്. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ANC ഓഫ് ആണ്, അപ് ടു 42 hours കിട്ടും എന്നുള്ളതാണ്. അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. സിംഗിൾ ചാർജിൽ ഒരു ഇയർബഡ്സിന് അപ് ടു 10 hours കിട്ടും. എഗെയിൻ ഇതൊരു 50 to 60% വോളിയത്തിൽ കേൾക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 35-36 മണിക്കൂറൊക്കെ ANC ഓഫ് ആണ് കിട്ടും. ഒരു ഇയർബഡ്സിന് പ്രോബ്ലി ഒരു 7-8 മണിക്കൂറൊക്കെ നമുക്ക് ഈസിലി കിട്ടുന്നതിൽ ഒരു സംശയമില്ല. പിന്നെ ANC ഓൺ ചെയ്താൽ, അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്താൽ ഇത് അപ് ടു 26 hours കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇയർബഡ്സിന് അപ് ടു 6.5 hours ആണ് ഒരു സിംഗിൾ ചാർജിൽ കിട്ടുന്നത്. എഗെയിൻ ഇതെല്ലാം വേരി ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വോളിയം എത്രത്തോളം ഇരിക്കും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബഡ്സിൽ എന്താണെങ്കിലും നല്ല ഒരു ബാറ്ററി ലൈഫ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ ലോങ് അവേഴ്സ് ഒക്കെ കേട്ടാലും അങ്ങനെ ചാർജ് പെട്ടെന്ന് പോണ ഒരു കേസ് തന്നെ വന്നിട്ടില്ല. പിന്നെ ഫാസ്റ്റ് ചാർജ് 10 minutes ഓഫ് ഫാസ്റ്റ് ചാർജ് അപ് ടു 4 hours ഓഫ് മ്യൂസിക് പ്ലേ ബാക്ക് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് റെഡ്മി ബഡ്സ് 6ന്റെ ബാറ്ററി ലൈഫ്. അപ്പൊ ഓവറോൾ നല്ല ഒരു ബാറ്ററി ലൈഫാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതായിരുന്നു റെഡ്മി ബഡ്സ് 6. അപ്പൊ ഓവറോൾ നല്ല ഒരു ക്വാളിറ്റി ഇയർഫോൺ ആണ് ഡെഫിനറ്റ്ലി പറയാം. 2800 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതിനൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ബേസ് പെർഫോമൻസ് ആണെങ്കിലും ANC ആണെങ്കിലും കോൾസ് ആണെങ്കിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും എല്ലാം തന്നെ ഇതിലൊരു വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഓവറോൾ തന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു 3000 രൂപയ്ക്ക് താഴെ ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ് റെഡ്മി ബഡ് 6. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം നല്ലൊരു ക്വാളിറ്റി. ആകെ എനിക്കൊരു ഇത് തോന്നിയത് ഇതിന്റെ കേസ് മാറ്റ് ഫിനിഷും ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അഴുക്ക് പിടിച്ചത് പോകത്തില്ല. കാരണം മാറ്റ് ഫിനിഷ് ആണല്ലോ. അപ്പൊ അങ്ങനെ എളുപ്പത്തിൽ പോകാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം മാത്രമേ എനിക്കൊരു ഡൗട്ട്ഫുൾ തോന്നിയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ റെഡ്മി ബഡ് 6 നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ റണ്ണിംഗ് ആണ്. അതുപോയി ഒന്ന് നോക്കുക. പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. January 1st വീക്ക് ആയിരിക്കും അതിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.